അദ്വൈത് പറയണേ ബ്രോ ഇങ്ങനെ വീഡിയോ നല്ല രസമുണ്ട്, എനിക്കിഷ്ടമായി, കീപ് ഗോയിങ് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 8 ഞാൻ എങ്ങനെ കാണാതിരിക്കും. നമുക്ക് വീട്ടിലേക്ക് പോവാം. പതിവ് പോലെ ലാലേട്ടൻ വന്നു, നമുക്ക് വീടിനകത്തേക്ക് പോവാം. ആ കൊച്ചിന്റെ തലയ്ക്ക് ആരോ അടിച്ചു, ഋഷിയാന്ന് തോന്നുന്നു. അതായത് ആദ്യത്തെ നോമിനേഷനിൽ വരുന്ന ആൾക്കാരാണ്, 8 പേരാണ് അല്ലേ? അത് കഴിഞ്ഞ് ലാലേട്ടൻ നോമിനേഷൻ വന്നവരോട് ഓരോ കാര്യങ്ങൾ ചോദിക്കുകയാണ്. രതീഷാണ് ആദ്യം. രതീഷ് പറഞ്ഞോ. അല്ല, ഞാൻ കളിച്ച രീതി കറക്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. ഓ നിങ്ങൾക്ക് തോന്നുന്നു? എനിക്ക് തോന്നുന്നു. ഓക്കെ ഓക്കെ. ജിൻഡോ എന്ത് തോന്നുന്നു? അത് കഴിഞ്ഞ് ലാലേട്ടൻ ജിൻഡോ ചേട്ടനോട് ചോദിച്ചു. ജിൻഡോ എന്താ പറഞ്ഞേക്കാം? ഞാൻ വന്ന സമയത്തൊന്ന് നന്നായിട്ട് കളിക്കണ്ടായിരുന്നില്ല. ഓ വന്ന ടൈമിൽ നന്നായി കളിച്ചില്ല. ഇവരെ പഠിക്കായിരുന്നു 2 ദിവസം. പഠിക്കായിരുന്നു. ഈ കളി പോരാ, മാറ്റി കളിക്കണം. എന്റെ മാക്സിമം ഞാൻ കളിച്ചിട്ടുണ്ട്. ഇപ്പൊ നന്നായി കളിക്കണം എന്നാണല്ലോ വിചാരിച്ചിരിക്കണേ. അങ്ങനെ ഇനി ജനങ്ങളും ലാലേട്ടൻ തീരുമാനിക്കുന്ന പോലെ. ജിൻഡോ പറയാണ് എല്ലാം ജനങ്ങളും ലാലേട്ടനും തീരുമാനിക്കുന്ന പോലെയെന്ന്. അപ്പൊ ലാലേട്ടൻ നീ ഒരു ജാതി അപവാദം പറയല്ലേ, ഇതൊന്നും ഞാൻ തീരുമാനിക്കുന്നതല്ല. എന്റെ കാര്യം വിടൂ, ജനങ്ങളല്ലേ തീരുമാനിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ ബിഗ് ബോസിന്റെ പേരിൽ എനിക്ക് ഫുള്ള് ട്രോളാ. അതിന്റെ ഇടയ്ക്ക് ഇതും കൂടി ഞാനേ കാണാം. ശരണ്യ അത് കഴിഞ്ഞാരാ? ശരണ്യ ചേച്ചിയാ. എല്ലാവരുമായിട്ട് ഫ്രണ്ട്ലി ആവാനാണ് ശ്രമിച്ചിട്ടോ. അതിന് നെഞ്ചത്തൊരു സാധനം. പുതിയ ഫേസസ് ആണ് ഇവിടെ വന്നിട്ട് കണ്ടിട്ടുള്ളത്. ഓ ക്യൂട്ട്നെസ് സ്റ്റൈലാണല്ലേ, കൊള്ളാം. റോക്കി അടുത്ത നമ്മുടെ റോക്കി ബായ് ആണ്. സോ പവർ ടീമാണ് എന്നെ നോമിനേറ്റ് ചെയ്തത്. റോക്കി പറ റോക്കി. അതിന് പിന്നിൽ വ്യക്തമായ ഒരു അജണ്ട ഉണ്ടായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നിലപാടില്ലായ്മ, വ്യക്തിഹത്യ, അവസരവാദം, കടിച്ചാ പൊട്ടാത്ത വാക്കുകളാണല്ലോ റോക്കി നീ പറയുന്നേ. കപടത, കാപട്യത, കള്ളം, ഇങ്ങനെ. ഇതൊക്കെ മലയാളം, ഞാൻ പഠിച്ച മലയാളത്തിൽ ഇതൊന്നുമില്ലല്ലോ. ഞാൻ ഈ നോമിനേഷനെയും അറിയിക്കുന്ന പുച്ഛത്തോടെ തള്ളിക്കളയുന്നു. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ട്. അതൊക്കെ അത്രേ ഉള്ളൂ റോക്കി. സിജോ ലാലേട്ടൻ വിളിച്ചത് സിജോനെയാണ്. സിജോ പറ സിജോ. ഞാനിവിടെ ഗെയിം കളിക്കുന്ന സമയത്ത് സിജോ ഇത്തിരി ഡയലോഗ് അടിച്ചേക്കാം. എനിക്ക് 100% പ്രേക്ഷകരുമായിട്ടൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. ലാലേട്ടൻ എന്താണ് കമ്മിറ്റ്മെന്റ് പ്രേക്ഷകരായിട്ടുള്ള? അപ്പൊ സിജോ ഈശ്വര ഇനിയിപ്പോ എന്താ പറയാ, അതൊരു പഞ്ചിന് വെറുതെ നല്ല വെയിറ്റ് ഉള്ളതാക്കല്ലേ കമ്മിറ്റ്മെന്റ് അങ്ങനെ പറഞ്ഞതാ. നിങ്ങളായിരിക്കും ഇഷ്ടപ്പെടുന്നത്, പല രീതിയിൽ അവർ ഇഷ്ടപ്പെടുത്തുക എന്നുള്ളതാണ്. ലാലേട്ടൻ ഇരിക്കാം. നീ വല്ലാണ്ട് കിടന്നുണ്ടാടി എന്നാണ് എല്ലാവരും പറയുന്നത്. നമ്മുടെ യമുന ചേച്ചി ക്യൂട്ട്നെസിന്റെ ആളായിട്ടുണ്ടല്ലോ. ക്യൂട്ടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് സീരിയസ് കാര്യങ്ങളിലേക്ക് കടക്കാം. നമ്മുടെ ജിൻഡോ ചേട്ടനെ നമ്മുടെ സിജോ ഫിസിക്കൽ അസോൾട്ട് ചെയ്തത് ശരിയായില്ല. സോ പുള്ളിക്ക് എന്തോ TT എടുക്കണം എന്നൊക്കെ പറയണ്ടായിരുന്നു. അത് കേൾക്കാം. ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ കൈ മുറിഞ്ഞു വന്നിട്ട് ജിന്റെ മനസ്സിൽ ലാലേട്ടനെങ്കിലും എന്നോട് സ്നേഹമുണ്ടല്ലോ, ഇന്ന് ഞാൻ തന്നെ താരം. ഡോക്ടർ, ഒരു വലിയ ഡോക്ടറെ ഞാൻ കണ്ടുപിടിച്ച് അയക്കുകയാണ്. ഇപ്പൊ നമ്മുടെ ലാലേട്ടൻ ജിൻഡോ ചേട്ടനെ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ ഡോക്ടറെ കണ്ടുപിടിച്ചിട്ടുണ്ട്. പുള്ളിനെ വിളിക്കുകയാണ്, നമുക്ക് നോക്കാം. രതീഷ് ഒന്ന് പോയിട്ട് തുറന്നു കൊടുക്കോ. രതീഷേട്ടാ പോയാ ഡോർ തുറന്നുണ്ട്. ഡോക്ടറെ തലയിടല്ലേ. പിന്നെന്താ ഇപ്പൊ തന്നെ തുറന്നു കൊടുക്കാലോ. രതീഷേട്ടൻ ഫീലായി. ലാലേട്ടാ ഡോർ തുറന്നപ്പോ ഒരു വെള്ളത്തുണി മാത്രം കാണാനുള്ളൂ. മോളിലാളുണ്ടായ ജിൻഡോ ബി ലൈക്ക് ഇതെനിക്കുള്ള പണിയാണല്ലോ, ചിരിച്ചേക്കാം. ജിൻഡോ എന്നെ കൊല്ലാനാണെന്ന് ലാലേട്ടാ ഡോക്ടർ പറഞ്ഞിട്ട് സ്നേഹമുണ്ടെന്ന് വിചാരിച്ചപ്പോ കൊല്ലാൻ നോക്കാം. ജിൻഡോ ബി ലൈക്ക് പുല്ല് ചിരി നിർത്താനും പറ്റണില്ല. ഇഞ്ചക്ഷൻ കുറച്ച് ചെറുതായി പോയി. അപ്പൊ ജാൻമണി ഇഞ്ചക്ഷൻ എടുക്കണ സിറിഞ്ച് ഇത്തിരി ചെറുതായി പോയി ലാലേട്ടാ. നിനക്ക് ഇനിയും മതിയായില്ലല്ലേ. ജിൻഡോ എനിക്ക് കൈമെടുത്താൽ മതി, എനിക്ക് ഇഞ്ചക്ഷൻ പേടിയാ, കയ്യിൽ ഒഴിച്ചത് ഞാൻ കുടിച്ചോളാം. ലാലേട്ടൻ ഡോക്ടറെ കൈമെടുത്താൻ പറ്റില്ല, ഇവിടെ എടുക്ക്. ഡോക്ടറെ കയ്യിലെടുക്കാൻ പറ്റില്ല. അപ്പൊ ജിൻഡോ ലാലേട്ടനെ നോക്കൂല. ഇതെന്താ കൊടിമരമോ? അല്ല കുത്തമ്മീനാറാ, കുത്താനുള്ള അസുഖമൊന്നും എനിക്കില്ല. ജിൻഡോ ഞാൻ ഇഞ്ചക്ഷൻ വേണമെന്നൊരു ആവേശത്തിൽ പറഞ്ഞേട്ടാ, എനിക്ക് വേണമെന്നില്ല. നേഴ്സായിട്ട് വന്ന കുട്ടി പുല്ല് എനിക്കൊന്നും ചിരി നിർത്താൻ പറ്റുള്ളൂ. ഇവരൊക്കെ ഇങ്ങനെ ഇത് പിടിച്ചിർത്തണേ. നിനക്ക് ഇഞ്ചക്ഷൻ വേണം? അതെ ഇപ്പൊ ലാലേട്ടൻ സിജോനോട്, സിജോ എന്റെ പൊന്നോ വേണ്ട. അതെ ഇപ്പൊ നമ്മുടെ ലാലേട്ടൻ ജിൻഡോ ഉറങ്ങണ ഒരു വീഡിയോ കാണണോ? ചെറിയൊരു വീഡിയോ കാണണോ? ജിൻഡോ വേണ്ട, എനിക്ക് കാണണ്ടേ. വേണ്ട, കണ്ടാത്തോണ്ട. കണ്ടസ്റ്റൻസ് കാണണം കാണണം കാണണം. ജിൻഡോ ബി ലൈക്ക് ഓ ഒരാളെ കുഴി ചാടിച്ച് കളിയാക്കാൻ എന്താ ഇൻട്രസ്റ്റ്.
ജിൻഡോ ചേട്ടൻ ചിരി നിർത്താൻ പറ്റുള്ള പിന്നെ എന്റെ കാര്യം ഒന്ന് ആലോചിച്ചോക്ക്. അതേപോലെ ലാലേട്ടൻ മോനെ ഇത് മോനെ കളിയാക്കാൻ ചെയ്തതല്ല കേട്ടോ. പിന്നെ ഇത് മോനെ കളിയാക്കിയതൊന്നും അല്ല. അപ്പൊ ജിൻഡോ ഒട്ടും കളിയാക്കിയില്ല, നല്ലതാ. അത് കഴിഞ്ഞ് ലാലേട്ടൻ നമ്മുടെ റോക്കിയുടെ ജീവിത കഥയെ പറ്റി പറയാണ്, നമുക്കൊന്ന് കേട്ടോക്കാം. അപ്പൊ ഞാൻ വിചാരിച്ച ചെറിയൊരു പോസിറ്റീവ് ഒരു ഇമ്പാക്ട് കൊടുക്കാം. യെസ് നല്ല പോസിറ്റീവ് ഇമ്പാക്ട് പുറത്തുള്ള ജനങ്ങൾക്ക് റോക്കിനെ പറ്റി കിട്ടിയിട്ടുണ്ട്. പിന്നെ എന്നെ തിരിച്ചാക്രമിക്കുകയുണ്ടായി. നിങ്ങൾ നേടിയ ഒരു സക്സസിനെ ഒരുത്തം കളിയാക്കിയെന്നാണ് നിങ്ങൾക്ക് എന്ത് വേണം? അപ്പൊ ലാലേട്ടൻ റോക്കിനെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മുടെ സക്സസിനെ വേറൊരാൾ കളിയാക്കി നമുക്ക് എന്താ? ഐ ഡോണ്ട് കെയർ റോക്കി യെസ് ഐ ഡോണ്ട് കെയർ ലാലേട്ട. പക്ഷെ കെയർ ചെയ്യണം, കെയർ ചെയ്യേണ്ടവരെ. അപ്പൊ ലാലേട്ടൻ അങ്ങനെയല്ല, ഇടയ്ക്കൊക്കെ കെയർ ചെയ്യണം. സാഹചര്യങ്ങളെ റോക്കി ഐ ശരി കെയർ ചെയ്യേണ്ട അവസരങ്ങളെ അതിന് ഐ ഡോണ്ട് കെയർ എന്ന് പറയാൻ പാടില്ല അല്ലേ? എന്താ ലാലേട്ടാ. ശ്രീ രേഖ അത് കഴിഞ്ഞ് ലാലേട്ടൻ ശ്രീരേഖനോട് ചോദിക്കാണ് എങ്ങനെയുണ്ട് ഗെയിം എന്ന്. ഞാൻ ഗെയിമിലേക്ക് ഓൺ ആയി കഴിഞ്ഞു. റിയലി വണ്ടർഫുൾ ഗെയിമാണ് ശ്രീരേഖ ചേച്ചി. ഓഫായിട്ട് തന്നെ ഇരിക്കുന്നത് കേട്ടോ നല്ലത്. തീർച്ചയായിട്ടും സർ. അത് കഴിഞ്ഞ് നമ്മുടെ ലാലേട്ടൻ മറ്റേ കോമണർ ആയിട്ട് കയറിയ നിഷാനോട് ചോദിക്കാണ് കുട്ടി ഒന്നും മിണ്ടാത്തത്. നിഷാന എന്താണ് ഒന്നും മിണ്ടായിരിക്കുന്നത്? കുട്ടി മിണ്ടു കുട്ടി. ഞാന് വന്ന് കയറിയപ്പോ തൊട്ട് കിളി പോയിരിക്കല്ലേട്ടാ. ആ ബോധ്യം ഉണ്ടല്ലോ, അത് മതി. ഞാൻ ഉദ്ദേശിച്ചു വന്ന ഗെയിം ഇവിടുത്തെ ഈ പന്ത് കളിയും ഈ കാർഡ് കളിയും. ചേച്ചി ഉദ്ദേശിച്ച ബോൾ കളി എന്താ? പന്ത് കളിക്കാനായിട്ട് ഇവിടെ വരുന്ന ഒരാളെ ആദ്യമായിട്ടാണ്. ബോൾ കളിക്കാനല്ലേ ബിഗ് ബോസിൽ വന്നേ? നന്നായിണ്ട്. ആ ഫസ്റ്റ് ഡേ ആ ചടിയിൽ ഇങ്ങനെ പൊറുക്കുന്ന സംഭവമൊക്കെ ഇല്ലേ, പന്ത് ഇങ്ങനെ. അതൊക്കെയാണോ കളിക്കാൻ വന്നത്? അത് ഞാൻ ഈ അഡ്ജസ്റ്റ്മെന്റ് കൊണ്ടാ ഞാൻ ഇവിടെ അതാണ് ചെയ്യുന്നത്. എന്തിനാ മോളെ അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കണേ? ബിഗ് ബോസിനോട് പറയപ്പോ തന്നെ ഇറക്കി വിടാം. അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ അവിടെ എന്തിനാ കഷ്ടപ്പെട്ടിരിക്കുന്നത്? അപ്പൊ ചേച്ചി ഇവിടെ പുറത്തേക്ക് വരാം, ഇപ്പൊ തന്നെ വേണേ പുറത്തേക്ക് വരാം. അങ്ങനെയൊന്നുമില്ല, ഞാൻ അവിടെ നിന്നോളാ. കുഴപ്പമില്ലല്ലോ. ലാസ്റ്റ് ലാലേട്ടൻ അവിടെ ഇരിമോളെ മോളോട് പറഞ്ഞിട്ടൊരു കാര്യമില്ല. അപ്പൊ ഇരിക്കാം. സുരേഷ് എനിത്തിങ്? ചേച്ചി പ്ലിങ്. ഒരു ചെറിയ ബ്രേക്ക്. പോരാ, ചെറിയ ബ്രേക്ക്. അത് കഴിഞ്ഞ് നമ്മുടെ ലാലേട്ടൻ ബാക്കി സ്ക്രിപ്റ്റ് പഠിക്കാൻ വേണ്ടിട്ട് ബ്രേക്കും പറഞ്ഞു പോയി. അപ്പൊ നമ്മുടെ റോക്കി യെസ് നിഷാനിക്ക് പുറത്ത് ഹേറ്റേഴ്സ് ഉണ്ട്, ഇപ്പൊ വേണ്ട മേത്ത് കയറി കഴിഞ്ഞാൽ എനിക്ക് ഫാൻസ് കൂടും. ആയിക്കോട്ടെ, ഇനിയിപ്പോ എന്താ പ്രശ്നം? അടുത്ത ആൾക്ക് അവസരം കൊടുക്ക്. ഇവളെ ഒന്ന് ചൊറിഞ്ഞേക്കാം. റോക്കി എടി ജാസ്മിനെ നിനക്ക് എന്നോട് എന്തെങ്കിലും ശത്രുത ഉണ്ടെങ്കിൽ എന്തിനാ എന്റെ പക്കിട്ട് കയറണേ? റോക്കി ഞാൻ പെർഫെക്റ്റ് ആണ്. ഒരു മനുഷ്യന് അങ്ങനെ പറയില്ലേ? അപ്പൊ ഞാൻ എങ്ങനെ ഡയലോഗ് പറയും? ആരും പെർഫെക്റ്റ് അല്ല. ഒരു മനുഷ്യന് ഫുള്ളി പെർഫെക്റ്റ് ആണ്. നീ നടങ്ങ്. റോക്കി ബി ലൈക്ക് ഞാൻ നിന്നെ പാർട്ടി. ഞാൻ ഡബിൾ സ്റ്റാൻഡ് ഒന്നും അല്ല. എന്നാ നീ ട്രിപ്പിൾ സ്റ്റാൻഡ് ആയിരിക്കും. എന്നാ ടൂളെല്ലാം എടുത്തിട്ട് പോകോട്ട്. ഇപ്പൊ പറഞ്ഞ ഡയലോഗ് മൈൻഡ് യുവർ വേർഡ്സ്. ചുമ്മാ എന്തേലും ഒന്ന് കേട്ടിരിക്കുന്ന ഒരാൾക്കടുത്ത് പോയി. റോക്കിയും ജാസ്മിനും ഇനിയുള്ള ദിവസങ്ങൾ ഭരിക്കും. ചീൻ ചോദിച്ച് വീഴ്ചാൻ വേണ്ടി എന്ത് പറഞ്ഞാലും ചീൻ ചോദിച്ച്. റോക്കി ഇവളുടെ വായില് പന്നിപ്പടക്കം വെച്ച് പൊട്ടിച്ചിട്ടേ കാര്യമുള്ളൂ. റോക്കി ഇവളെ പൂട്ടണം. ഇവളിനിയും വളരാൻ അനുവദിച്ചുകൂടാ. ഇവള് ജാസ്മിൻ അല്ല, ജമന്തി അല്ല, ചെട്ടുമല്ലി ആയാലും ഞാൻ പൂട്ടിയിരിക്കും. കാണിച്ചു തരാടി നിന്നെ. അവരോട് തന്നെ ചോദിച്ചറിയാം. നമുക്ക് അകത്തേക്ക് പോവാം. അത് കഴിഞ്ഞ് ലാലേട്ടൻ വന്നപ്പോ നമ്മുടെ അർജുന്റെ ക്യാപ്റ്റൻസി എങ്ങനെയുണ്ടെന്ന് നമ്മുടെ റോക്കിനോട് ലാലേട്ടൻ ചോദിച്ചു. അപ്പൊ റോക്കി പവർ ഈസ് ആൾവേസ് ഡേഞ്ചറസ് സാർ. ഓ ഇതിലാന്നുണ്ടെങ്കിൽ ആ പവർ തന്നെ തിരിച്ച് നമ്മളെ കൊത്തും. ഈ ലാലേട്ടൻ പുല്ല് ചിരിയും വന്ന് സീരിയസ് ആയിട്ട് തന്നെ ഹി ആർട്ട് ലൈക്ക് എ സൈലന്റ് അസാസിൻ സാർ. തള്ള ഇംഗ്ലീഷാ. പുള്ളിക്കാരൻ എപ്പോഴും ഒരു കുട്ടിയാണ്, പുള്ളിക്കാരനെ ഒന്നും അറിയത്തില്ല. ലാലേട്ടൻ ഈ ഡയലോഗ് ഞാൻ ഏതോ സിനിമയിൽ പറഞ്ഞതാണല്ലോ. നിനക്കൊന്നും അറിയില്ല, കാരണം നീ കുട്ടിയാണ്. പവറില്ലാത്ത ഒരു പവർ ടീമിനെ തെരഞ്ഞെടുത്തു. എന്നാലും റോക്കി എങ്കിലും അത് പറഞ്ഞല്ലോ. എന്താണ് അങ്ങനെ പറഞ്ഞത്? നോറയ്ക്ക് ഒറിജിനൽ പേര് മാറ്റി ഇൻസ്റ്റയ്ക്ക് വേറൊരു പേരാണ് ഇട്ടേന്ന് നോറ പറഞ്ഞത് ഗബ്രി കളിയാക്കിയിരുന്നു. അതിനെപ്പറ്റി ഗബ്രിനോട് ലാലേട്ടൻ ചോദിക്കാണ്. അതെ 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 എന്റെ ഭാഗത്ത് തെറ്റുണ്ട്. ഗബ്രി പറഞ്ഞു തെറ്റാണ് ലാലേട്ട, എന്റെ ഭാഗത്തെ തെറ്റ്. ഒന്നും പറയണ്ട, അവിടെ ഇരുന്നോളൂ. അത് കഴിഞ്ഞ് ക്യാപ്റ്റൻസി ടാസ്ക് ആയിരുന്നു. 3 പേരാണ് സെലക്ട് ആയിട്ടുള്ളത്. ആരൊക്കെയാണ്? ഷിജോ, അപ്സര ആൻഡ് അശ്വിൻ. ഈ ഗെയിമിന് ഞാനിട്ട പേരാണ് ആപ്പിൾ കടിക്കുന്ന പുഴു. അതായത് നമ്മളിങ്ങനെ നിൽക്കണം, എയർപോർട്ടിൽ പെട്ടി റാപ്പ് ചെയ്യുന്നത് പോലെ നമ്മളിങ്ങനെ റാപ്പ് ചെയ്യും. എന്നിട്ട് അവിടെ കിടന്ന് ഉരുണ്ട് ഇവിടെ നിന്ന് ആപ്പിൾ എടുത്ത് ഇപ്പുറത്ത് കൊണ്ടിടണം. ഇതാണ് ടാസ്ക്. നിങ്ങൾക്ക് ഇത് കളിക്കാനുള്ള ഒരു ഡ്രസ്സ് നിങ്ങളുടെ കംഫർട്ടബിൾ ആയിട്ടുള്ള അതൊക്കെ മത്സരിക്കുന്നവര് ഡ്രസ്സ് മാറാൻ പോയ ഗ്യാപ്പില് ലാലേട്ടൻ രതീഷിനോട് ചോദിച്ചു ആര് ജയിക്കും? രതീഷ് സിജോ ആയിരിക്കും.
റോക്കി പറഞ്ഞു അതെ അപ്സരനെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല. അപ്പൊ യൂസ് ചെയ്യപ്പോ അപ്സരയെ റോക്കി കളിയാക്കി എന്നുള്ള പേരിൽ അപ്സര വന്ന് റോക്കിയുടെ മേത്തേക്ക് കയറുന്നതാണ് നമ്മളിപ്പോ കാണുന്നത്. അതിന്റെ ഇടയ്ക്ക് ജാസ്മിൻ അല്ല റോക്കി ഇതിനെ കൊണ്ട് വലിയ ശല്യമില്ല, ഞാൻ എവിടെ പോയാലും ഇവളുണ്ട്. വാശിയേറിയ ആപ്പിൾ കടിക്കുന്ന പുഴു മത്സരം നിങ്ങൾക്ക് കാണണ്ടേ? ദേ കാണണ്ടേ, ആരും ചിരിക്കരുതേ. നല്ല ഫസ്റ്റ് ടാസ്ക്, ക്യാപ്റ്റൻസി മത്സരത്തിന് കൊടുക്കാൻ പറ്റിയ ടാസ്ക്. സിജോം അപ്സരയും ഒരു ആപ്പിൾ എടുത്തുട്ടാ അല്ലെ രശ്മിൻ ഭായ് പുല്ല് ഇത് നീങ്ങണില്ലല്ലോ. ഇതിങ്ങനെയൊന്നല്ലടാ. എന്റെ ഒരു കൈ എവിടെയാണ്? അതിന്റെ ഇടയ്ക്ക് സിജോ ഇങ്ങനെയൊക്കെ കാണിച്ച് കൈ പുറത്തേക്ക് എടുത്തു. അപ്പൊ നമ്മുടെ ജില്ലോ ചേട്ടന്റെ രതീഷനൊക്കെ സിജോ ഔട്ടായി ഇങ്ങോട്ട് പോരെ. ജാസ്മിൻ സിജോ ഔട്ടായിട്ടില്ല, അതുകൊണ്ട് കുഴപ്പമില്ലല്ലോ, അവനോട് നിൽക്കട്ടെ. ബിഗ് ബോസ് സിജോ മത്സരത്തിൽ നിന്നും പുറത്തായിരിക്കുന്നു. സിജോ ഇങ്ങോട്ട് പോരെ. അപ്പൊ ജാസ്മിൻ അപ്സര ഇങ്ങനെയൊന്നും അല്ലടാ. പുല്ല് ഇത് നീങ്ങണില്ലല്ലോ. ഞാൻ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറായി നടക്കേടായല്ലോ ദൈവമേ. എടാ ബിഗ് ബോസേ, നിനക്ക് എന്നോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടോടാ? കൈ മൊത്തം ചുറ്റി കെട്ടിട്ടാ ടാസ്ക് ചെയ്യാൻ പറയണേ. രശ്മി ഞാൻ ചത്തടാ. ഇതൊന്നും നീങ്ങാത്ത ഇതാരുടെ ടാസ്ക് കണ്ടുപിടിച്ച്. രശ്മി കൊറേ ഇങ്ങനെ കാണിക്കുന്നുണ്ട്, പക്ഷെ വെച്ച സ്ഥലത്തൊന്നും ഒരു അടി മുന്നോട്ട് പോണില്ല. ഇവരോട് ആരെങ്കിലും ഒന്ന് കൈയടിക്കാതിരിക്കാൻ പറഞ്ഞ കോൺസെൻട്രേഷൻ പോണം. ഒരാൾ ചാവാൻ കിടക്കുമ്പോഴാണോടാ കൈയടിച്ച് കളിക്കുന്ന രതീഷ. കഷ്ടപ്പെട്ട് ഏന്തി വലിഞ്ഞ് രശ്മിൻ ഒരു കണക്കിന് ആപ്പിൾ കൊണ്ട് എവിടെ ഇട്ടു. അല്ല രശ്മിനെ, ഇതില് പകുതി ആപ്പിൾ എവിടെ? രശ്മിൻ കൊറേ നേരം അവിടെ കിടന്ന് കടിപിടി കൂടുന്നു. വിശന്നപ്പോ ഞാൻ കുറച്ച് കഴിച്ച്. അപ്സര അതിന്റെ ഇടയ്ക്ക് ട്രാക്ക് മാറിപ്പോയി. അപ്പൊ അർജുൻ എടി റോള് ചെയ്യും. അതിന് ഞാൻ റോള് ചെയ്യാൻ പേപ്പർ കൊണ്ടുവന്നിട്ടില്ല. എടി നീ അവിടെ കിടന്ന് ഉരുളാൻ. ആ ഓക്കെ എന്റെ പ്രസവിച്ച സുഖം ഇയാള് ചാവാൻ കിടക്കുമ്പോഴാണോടാ വെൽഡൻ എന്ന് പറയുന്നത്. പൊട്ടിക്കട്ടെ എന്ത് ചോദ്യമാണോ അങ്ങോട്ട് പൊട്ടിക്ക്. പിന്നെ നല്ല സുഖല്ലേ? ഞാൻ പട്ടായിൽ ട്രിപ്പ് പോയതാണല്ലോ. സുഖാണോന്ന് നോക്കിയാൽ ഇവിടെ കിടന്നുരുണ്ടത് നിങ്ങൾ കണ്ടില്ലേ? എല്ലാം തേഞ്ഞ് പോച്ച്. കയ്യഴിച്ച് കഴിഞ്ഞപ്പോ അപ്സര റോക്കി നീ എന്തിനാടി പെണ്ണുമ്പോൾ എന്റെ മേത്തേക്ക് കയറണേ? കൊള്ളാടി ജയിച്ചടി, അതിനിപ്പോ എന്തേ? ലേട്ടൻ എരുതിയിൽ ഇത്തിരി എണ്ണ ഒഴിച്ചേക്കാം. ഒരുപാട് പേർക്കുള്ള ഒരു മറുപടി ആയിട്ട് ഇതിനെ തോന്നാം. അപ്സര ഞാൻ ഇത്തിരി മോട്ടിവേഷണൽ സ്പീക്കർ ആവാം. ഞാൻ എന്താന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, ഇവർക്ക് ആർക്കും എന്നെ അറിയില്ല. അതെന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശാണ്. ജിൻഡോ ചേട്ടന്റെ ആവേശം അടക്കാൻ പറ്റുന്നില്ല. അപ്സര ജയിച്ചേന്റെ എവിടെ ഫുഡ് ഉണ്ടോ അത് ജിൻഡോ ചേട്ടനെ അടിച്ച് മാറ്റിയിരിക്കും. അത് ലാലേട്ടൻ കണ്ടുപിടിക്കുകയും ചെയ്യും. ജിൻഡോ ചേട്ടന്റെ ചിരി നോക്ക്, എന്ത് നിഷ്കളങ്കന. ആൾക്കാർ എടുത്തോണ്ട് പോയത് അത് കഴിഞ്ഞൊരു 3G അവാർഡ് ദാനമായിരുന്നു. ചൊറിയൻ നമ്മുടെ രതീഷന് കിട്ടി. ഏറ്റവും നല്ല ചൊറിയൻ അല്ലേ? രസികൻ ഇയാളാ ഞങ്ങളുടെ ജിൻഡോ ചേട്ടനാണ് രസികൻ. ശരിക്കും നല്ല അവാർഡാണ്. മടിയൻ മടിയൻ കിട്ടിയതാർക്കാൻ നോക്കാം. എന്താണ് ഗബ്രി പറയാനുള്ള? ഗബ്രി രണ്ടു ബാക്കി പറ ഗബ്രി. ഒന്നും പറയാനില്ല. ഓ നിനക്ക് അതിന് മടിയാണോന്ന് ലാലേട്ടൻ? അതിനും മടിയോ? നോക്ക് കുത്തി അവാർഡ് കിട്ടിയ നിഷാനിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ നോക്കാം. താങ്ക് യു പറയാൻ. അത് സത്യമാണ് ചേട്ടാ. ആ ബോധ്യം ഉണ്ടായി. അത് അടുത്ത ശുദ്ധൻ എന്നുള്ള അവാർഡാണ്. ശുദ്ധൻ അവാർഡും ജിൻഡോക്ക് ആയിരുന്നു കൊടുക്കേണ്ടത്. ഋഷി ഒന്ന് അർജുൻ. നമ്മുടെ അർജുനും ഋഷിക്കും. കോമാളി നിന്നെ വിളിക്കാം. അടുത്ത അവാർഡ് കോമാളി എന്ന് പറഞ്ഞപ്പോഴേക്കും രതീഷ് ഏട്ടൻ ഇതെനിക്ക് തന്നെ. എല്ലാവർക്കും താങ്ക് യു. അത് കഴിഞ്ഞിട്ടുള്ള അവാർഡ് അങ്ങനെ കൊടുക്കണ്ടായിരുന്നു. അത് ഭയങ്കര ഇൻസൾട്ട് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കാരണം ജിൻഡോ ചേട്ടൻ മണ്ടത്തരങ്ങൾ പറയാറുണ്ട്. എന്ന് വെച്ചാൽ മണ്ടൻ എന്ന് പറഞ്ഞൊരു അവാർഡ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾ പറ. അങ്ങനെ എല്ലാവർക്കും ഓരോ അവാർഡ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ജാസ്മിൻ എനിക്ക് മാത്രം ഒരു അവാർഡ് ഇല്ല, എനിക്ക് ആരോട് കുശുമ്പൊന്നുമില്ല, അസൂയില്ല.
അടുത്ത അവാർഡ് പ്രഖ്യാപിച്ചപ്പോ ഒരാളുടെ മുഖത്ത് 100 വാട്സിന്റെ ഒരു ബൾബ് കത്തി. ഞാൻ കാണിച്ചതേ അതൊരു അവിഞ്ഞ അവാർഡ് ആണ്. ഏഷ്യാനെറ്റിന്റെ അല്ലേ, അത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. അല്ലെങ്കിൽ ആരൊക്കെയാണ് നമുക്ക് കാണാം. അത് കഴിഞ്ഞ് നമ്മൾ പോയത് എലിമിനേഷനിലേക്കാണ്. വീടിനോട് വിട പറയും. അവിടെ കുറെ ടൈൽസ് വെച്ചിട്ടുണ്ട്. ആരുടെ വോയിസ് ആണ് കേൾപ്പിക്കുന്നത് അവർ ഫ്രണ്ടിലേക്ക് ഓരോ സ്റ്റെപ്പ് എടുത്ത് വെക്കണം. അങ്ങനെ ഏറ്റവും ഫ്രണ്ടിലെ റെഡ് ടൈലിൽ എത്തുന്ന ആള് ഔട്ട് ആവും. രതീഷ്, ഇതെനിക്കുള്ള പണികളാണ്. എനിക്കറിയാൻ പാടില്ലാത്ത ഈ ഏഷ്യാനെറ്റുകാരും മണ്ടന്മാരാണ്. ഇവരെന്തിനാ ഇത്ര ടെൻഷൻ അടുപ്പിച്ച് BGM ഇട്ട് കാണിക്കുന്നത്? ആര് ഔട്ടായിരുന്നു ഇന്നലെ തന്നെ യൂട്യൂബിൽ എല്ലാവരും വന്നിരുന്ന് പറയുന്നുണ്ട്. പിന്നെ എന്തിനീ പ്രഹസനം? അങ്ങനെ രതീഷ് ഔട്ടായി. ജിന്റെ ഒരു പാവാട്ടാ, അത് കരഞ്ഞു. എല്ലാവരോടും വെരി സോറി. എല്ലാവരും ഷോക്കിലാണ്. ശ്രീരേഖ ചേച്ചി പോയി വിചാരിക്കുന്നത് ഞാനെങ്ങനെ കണ്ടിട്ടുണ്ടാകും. രതീഷ് ചേട്ടാ, ഒന്ന് പൊട്ടിക്കറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. ഇനി നിങ്ങൾ പ്രേക്ഷകർ തീരുമാനിച്ച പോലെ. അതെ, പ്രേക്ഷക തീരുമാനം എന്ന് പറയണ്ട. പ്രേക്ഷകർക്ക് ആർക്കും ഇഷ്ടമല്ല ഇയാൾ ഔട്ടാവുന്നത്. ഇയാളെ കളയാനും രതീഷ് ഒരു പാട്ട് പാടി. എന്റെ പൊന്നുനായിട്ട് അവരൊക്കെ അറിയിക്കണം. രതീഷ് ചേട്ടന്റെ ഈ പുറത്താക്കലിലൂടെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? നമ്മൾ എത്ര പണിയെടുത്തിട്ടും കാര്യമില്ല. We will be replaced. അത് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇത്തവണ ബിഗ് ബോസ് ഒന്ന് മാറ്റി പിടിച്ചാലോ എന്ന് പറഞ്ഞപ്പോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഇത്രയും ദിവസം മരിച്ച് കണ്ടന്റ് തന്ന ഒരു വ്യക്തിനെ പൂച്ചക്കുട്ടീനെ എടുത്ത് കളയണ പോലെ എടുത്ത് കളഞ്ഞു. നിങ്ങൾ ഇന്നലെ ബിഗ് ബോസിന് തോന്നി എനിക്ക് ഇവിടെ നിന്ന് പോകണം, അതിനാണോ വന്നത്? എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ ആളെയാണോ പുറത്താക്കുന്നത്? ജിൻഡോ, മല്ലയ്യ കരയരുത്. അല്ല, ഇത്ര ദിവസം നല്ല കണ്ടന്റ് വന്നിരുന്ന ആള് പോയില്ലേ, ഇനി നമ്മൾ എന്ത് ചെയ്യും മല്ലയ്യ? താങ്ക് യു സർ, താങ്ക് യു. നിങ്ങളോട് രതീഷ് പോയ സിംഹാസനം ഒഴിഞ്ഞു കിടക്കുന്നത് നോട്ടമിട്ട് അവൻ വന്നു. റോക്കി ബായ്. അവൻ ചെറിയൊരു സൂചന തന്നിട്ടുണ്ട്. ദേ കാണ്. റോക്കി ബായ് ടു ജാസ്മിൻ. മലയാളത്തിൽ എത്ര അക്ഷരമുണ്ട്? എനിക്കറിയാൻ പാടില്ല സാറേ. ജാസ്മിൻ എനിക്കറിയില്ല. 36. എനക്കോ? അത് ഞാൻ യൂസ് ചെയ്യില്ല. ജാസ്മിൻ, ഇത് എന്നെ പറ്റിയ ടൈം. നീ വാഴാന്നെങ്ങനെ പറയൂടാ? വാഴയ്ക്ക് നീ എന്താ പറയുന്നേ? വാഴയ്ക്ക് ജാസ്മിൻ എന്ന് പറയും. രതീഷ് പോയി. ഇനി ബിഗ് ബോസ് ഹൗസ് ആര് ഭരിക്കും? ആരും നമുക്ക് കണ്ടന്റ് തരും? കാത്തിരുന്ന് കാണുക ബിഗ് ബോസ് ഹൗസ് നമ്മുടെ സ്വന്തം യൂട്യൂബ് ചാനലിൽ. അടുത്തൊരു വീഡിയോ ആയിട്ട് എപ്പിസോഡ് 9 ആയിട്ട് നാളെ കാണാം. അതുവരെ